ലോക മുസ്ലിമീങ്ങളുടെ കിബിലയായ പരിശുദ്ധ കഅബ ഷരീഫ് ഭൂമിയിൽ നിർമ്മിക്കുന്നത് ആദ്യമായി മലക്കുകളാണ്. വാനലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന പരിശുദ്ധ കേന്ദ്രമുണ്ട്. ആ രൂപത്തിൽ അതിൻ്റെ അതേ മോഡൽ ഭൂമിയിൽ ഉണ്ടാക്കാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് പരിശുദ്ധ മക്കയെ അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുന്നതും അവിടെ കഅബ പണിയുന്നതും. പിന്നീട് മലക്കുകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം, ഷീസ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, അതുപോലെ അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അങ്ങനെ ധാരാളം അമ്പിയാക്കൾ തന്നെ ഇത് പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. അമ്പിയാക്കൾക്ക് പുറമെ ഖുറൈശ്, ഖുസൈ, ജുർഹും, അമാലിക് എന്നീ ഗോത്രങ്ങളും കഅബയെ പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലു ഇമ്രാനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ. തീർച്ചയായും മനുഷ്യർക്കായി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനമാണ് മക്കയിലുള്ള പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫ്. അത് ലോകർക്ക് അനുഗ്രഹീതവും സന്മാർഗവുമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. ലോക മുസ്ലിമീങ്ങളൊക്കെ കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അതുകൊണ്ട് തന്നെ എല്ലാ മുസ്ലിമീങ്ങൾക്കും കഅബ ഷരീഫുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരിക്കലും മതിവരാത്ത ഒരു കാഴ്ചയാണ് കഅബ ഷരീഫിൻ്റെത്. അതിലേക്ക് നോക്കി നിൽക്കൽ തന്നെ പുണ്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആരാധനകളൊക്കെ ഇവിടെ വന്ന് നിർവഹിച്ചിരുന്നു. തങ്ങൾ മക്കം ഫത്ഹ് ആകുന്നതിന് മുമ്പ് തന്നെ കഅബ ഷരീഫിൽ വന്ന് തങ്ങൾ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു, തവാഫ് ചെയ്യാറുണ്ടായിരുന്നു, നിസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പരിശുദ്ധ ഗേഹത്തെ ബഹുമാനിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റുള്ള പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാൽ കിട്ടുന്നതിനേക്കാൾ 1,00,000 പ്രതിഫലമാണ് മസ്ജിദുൽ ഹറാമിൽ വെച്ച് കഅബ ഷരീഫിൻ്റെ മസ്ജിദിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചാലുള്ള പ്രതിഫലം.